നാട്ടിലിറങ്ങിയാൽ കടുവയും ആനയും മരിക്കുമെന്ന് കൂന്നി DFO ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ CPM നേതാവിന്റെ പ്രസംഗം. KU ജിനീഷ് വിവാദത്തിന് പിന്നാലെ വന്യജീവി ശല്യത്തിനെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധത്തിലാണ് മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു മൃഗങ്ങളെ കൊല്ലാൻ ആഹ്വാനം ചെയ്തത്. അതിനിടെ വനം വകുപ്പ് ഓഫീസിലുണ്ടായ സംഭവത്തിൽ MLAയ്ക്കാണ് വീഴ്ച സംഭവിച്ചതെന്ന് വകുപ്പുതല റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തൽ. വന്യജീവി ശല്യം നേരിടുന്നവരുടെ പൊതുവികാരത്തിനൊപ്പം ചേർന്ന് വിവാദത്തെ മുക്കിക്കളയാനുള്ള രാഷ്ട്രീയ നീക്കം. കോന്നി നിയമസഭാ മണ്ഡലത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും പ്രവർത്തകരെ അണിനിരത്തിയുള്ള പ്രതിഷേധത്തിൽ വനം വകുപ്പ് ജീവനക്കാർക്ക് പരിഹാസവും വിമർശനവും. മാനയും കടുവയും പുലിയും അതുപോലെ കുരങ്ങും മയിലും ഒന്നും നാട്ടിലിറങ്ങി ജനങ്ങൾക്ക് ശല്യം ഉണ്ടാക്കാനും ജനങ്ങളുടെ ജീവിതത്തിന് അവർ ഭീഷണിയാകാനും ഒരു കാരണവശാലും സമ്മതിക്കില്ല. ജനങ്ങൾ സംഘടിതമായി ശക്തമായി എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെ നേരിടും. കാക്കി ഊരി വന്നാൽ ഡിവൈഎഫ്ഐക്കാർക്ക് വാരി നിലത്തടിക്കാനുള്ളതേ ഉള്ളൂ സംസ്ഥാനത്തെ വനം വകുപ്പുകാരെന്ന് ചിറ്റാർ ഏരിയ സെക്രട്ടറി MS രാജേന്ദ്രൻ പറഞ്ഞു. അതേസമയം ചൊവ്വാഴ്ച വൈകുന്നേരം പാടം വനം വകുപ്പ് ഓഫീസിലുണ്ടായ സംഭവത്തിൽ വീഴ്ച പറ്റിയത് MLAയ്ക്കെന്നാണ് വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട്. കാട്ടാന ഷോക്കേറ്റ് മരിച്ച കേസിന്റെ അന്വേഷണം ജനീഷ് കുമാറിന്റെ ഇടപെടലോടെ തടസ്സപ്പെട്ടു. അവക്കുമായിരുന്നു MLAയുടെ നടപടികൾ. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ആളെ MLA ഇറക്കിക്കൊണ്ടുപോയി. വിഷയത്തിൽ ജീവനക്കാരുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്നും ദക്ഷിണമേഖല ഫോറസ്റ്റ് കൺസർവേറ്റർ വനം വകുപ്പ് മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. നിയമം പാലിക്കേണ്ട ജനപ്രതിനിധികൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നത് തീർത്തും തെറ്റാണ്. അതിന്റെ പരിണിത ഫലം എന്ന് പറഞ്ഞാൽ പൊതുസമൂഹം നിയമത്തെ അംഗീകരിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അങ്ങനെ പൊതുസമൂഹം നിയമത്തെ അംഗീകരിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭരണപരമായിട്ടുള്ള അരാജകത്വമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. നിയമവാഴ്ച തകരുക എന്ന് പറയുന്നത് ഒരു നാടിനും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ നിയമം നടപ്പാക്കാനും പാലിക്കാനും ബാധ്യസ്ഥപ്പെട്ടവർ, ഭരണഘടനയെ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ആളുകൾ, അവരൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വീഴ്ച പ്രകടനം നടത്തുന്നതിന് വേണ്ടി ഭരണഘടനാ തത്വങ്ങളെ അട്ടിമറിക്കുകയും നിയമത്തെ ലംഘിക്കുകയും ഒക്കെ ചെയ്യുന്നത് കടുത്ത അപരാധം തന്നെയാണ്. ഇത് വനവും വന്യജീവിയുമായി ബന്ധപ്പെട്ട മനുഷ്യർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മൾ മറ്റൊരു തരത്തിലാണ് പരിശോധിക്കേണ്ടതും പരിഹരിക്കേണ്ടതും. അതിന് ശാസ്ത്രീയമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ തന്നെയാണ് തേടേണ്ടത്. എല്ലാ ജീവജാലങ്ങളെയും ഒന്നൊടുക്കിക്കൊണ്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങളാണ് വേണ്ടത്. ഈ ജീവജാലങ്ങൾ വനം വിട്ട് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവർക്ക് കുടിവെള്ളമില്ലാത്തതും അവർക്ക് ഭക്ഷണമില്ലാത്തതുമാണ്. വനത്തിനുള്ളിൽ കുടിവെള്ളവും ഭക്ഷണവും ഉണ്ടാകുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ പിൽഗ്രീം ടൂറിസം പോലുള്ള തീർത്ഥാടന ടൂറിസം ഈ പത്തനംതിട്ട മേഖലയിൽ വന്യജീവികൾക്ക് വലിയ ഭീഷണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ നൂറുകണക്കിന് വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ വനം പൂർണ്ണമായും തന്നെ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അവശേഷിക്കുന്നത് കുറച്ച് വന്യജീവി സങ്കേതങ്ങളിലെ ഭൂപ്രദേശങ്ങൾ മാത്രമാണ് വനത്തിന്റെ സ്വഭാവം നിലനിർത്തുന്നുള്ളത്. അത്രയും പ്രദേശത്ത് മാത്രമായിട്ട് ഈ ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നശിച്ചു പോയിരിക്കുന്ന വനത്തെ പുനഃസൃഷ്ടിച്ചുകൊണ്ട് വനത്തിന്റെ സ്വഭാവം പുനഃസൃഷ്ടിച്ചുകൊണ്ട് ആ ആവാസ വ്യവസ്ഥയെ പുനഃസൃഷ്ടിച്ചുകൊണ്ട് ഈ വന്യജീവികൾക്ക് ഭക്ഷണവും വെള്ളവും കിട്ടുന്നതിനുള്ള സംവിധാനമാക്കിക്കൊണ്ട് അതുപോലെ ശക്തമായിട്ടുള്ള അതിർത്തി സുരക്ഷാ സംവിധാനങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. കേരളത്തിന്റെ ആകെ നീളം എന്ന് പറയുന്നത് 560 കിലോമീറ്റർ മാത്രമാണ്. പക്ഷേ 16,280 കിലോമീറ്റർ നീളമാണ് കേരളത്തിന്റെ വനത്തിന്റെ അതിർത്തികൾക്കുള്ളത്. എന്ന് പറഞ്ഞാൽ അമീബിയുടെ കാല് പോലെ ഇങ്ങനെ വനത്തിനുള്ളിലേക്ക് കയറി തുടരുക. ഉദയഭാനുവിനെ കേൾക്കാമെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഏത് കോണ്ടസ്റ്റിലാണ്, ഏത് സന്ദർഭത്തിലാണ് ഇങ്ങനെ പ്രസ്താവന നടത്തിയത് നമുക്ക് ചോദിച്ചു നോക്കാം. ശ്രീ ഉദയഭാനു, അങ്ങേക്ക് കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വനത്തിന് പുറത്തേക്ക് ഇറങ്ങുന്ന വന്യജീവികൾ, കടുവയായും പുലിയൊക്കെ ഇനി മരണമായിരിക്കും പ്രതികരണമെന്ന് ഇന്ന് ഈ സമ്മേളനത്തെ അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അങ്ങ് പറയാനിടയാക്കിയ സാഹചര്യം എന്താണ് ഉദയഭാനു? ഈ വനത്തിന് വന്യജീവികൾ വെട്ടിവരികയാണ്. ഇതിനെ ഒരു പരിധി കഴിഞ്ഞ് നമ്മൾ ഓരോ വനത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന വന്യമൃഗങ്ങളെ കഴിഞ്ഞ് ബാക്കിയുള്ളതിനെ മറ്റ് ലോകരാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ അതിനെ കൊല്ലുവാനുള്ള തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിലേ ഇതിന് പരിഹാരമാകത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് വലിയ വിവാദമായും വലിയ പ്രശ്നമായും മാറാൻ പോവുകയാണ്. ഈ
വന്യജീവികളെല്ലാം തന്നെ പെറ്റുപെരുകി വനത്തിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ അത് വർദ്ധിക്കുകയാണ്. അല്ല, പക്ഷേ ശ്രീ ഉദയഭാനു, അങ്ങയുടെ വാക്കുകൾ, അങ്ങയൊരു ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ഒരു പൊതുപ്രവർത്തകരാണ്, മുതിർന്ന നേതാവാണ്. അങ്ങയുടെ വാക്കുകളെല്ലാം ശ്രവിച്ചുകൊണ്ട്, കാരണം ഒരു അരക്ഷിതമായ സാഹചര്യത്തിലാണ് ഈ മലയോരത്തെ ആളുകൾ നിൽക്കുന്നത് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അവരെ സംബന്ധിച്ചോളം വനം വകുപ്പ് എന്ന സംവിധാനം പോലും അങ്ങേയറ്റം അവർക്ക് ഒരു തരത്തിലും ഒരു ഗുണകരമാകുന്ന അവസ്ഥയില്ല. ഒരു വിളിപ്പാട് അകലെ ഉണ്ടായിട്ട് പോലും അവരുടെ അരികിലേക്ക് എത്തുന്നില്ല. എത്തിയാൽ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പോകുന്നതാണ് നമ്മൾ കാളികാവിലൊക്കെ നമ്മൾ കണ്ടതും കേട്ടതുമൊക്കെ. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇങ്ങനെ അരക്ഷിതമായി നിൽക്കുന്ന ആളുകളോട് ആയുധമെടുക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഹ്വാനം ചെയ്യുന്നത് ശരിയാണോ? അവര് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്നേ പറഞ്ഞുള്ളൂ. പ്രതിരോധിക്കുവാൻ അവർക്ക് അവരുടെ കൃഷി സംരക്ഷിക്കണം, അവരുടെ ജീവൻ സംരക്ഷിക്കണം, അത് സംരക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം, അത്രേ പറഞ്ഞുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ വനം വകുപ്പ് ഒരു പരാജയമാണ്. അങ്ങനെയെങ്കിൽ ഈ നമ്മൾക്ക് രക്ഷകരായി മാറേണ്ട, മനുഷ്യജീവന് അവർക്ക് സംരക്ഷണമേകേണ്ട നമ്മുടെ ഒരു സംവിധാനമല്ലോ ഈ വനം വകുപ്പ്. വനം വകുപ്പിലെ നമ്മൾ നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരുമൊക്കെ അങ്ങേയറ്റ പരാജയമാണ്. അല്ല, വനം വകുപ്പിന്റെ ഞാൻ വളരെ വ്യക്തമായി പറയാം, വനം വകുപ്പിൽ ഈ വനത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് വന്യജീവികൾ വർദ്ധിച്ചിരിക്കുകയാണ്. അതിന് മനുഷ്യർക്ക് പോലും ജനസംഖ്യാ നിയന്ത്രണമുണ്ട്. ഇത് വന്യമൃഗങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല. ഇത് വരികയാണ്. ശ്രീ ഉദയഭാനു, അങ്ങ് പറഞ്ഞതിൽ അതിനെ നമ്മളെങ്ങനെ പൂർണ്ണമായും നമ്മൾ ഉൾക്കൊള്ളും? അതായത് എല്ലാ ആളുകളും എങ്ങനെ ആയുധം എടുത്തുകൊണ്ട് ഈ വന്യമൃഗങ്ങളെ നേരിടാൻ വേണ്ടി അവർ ഒരു സ്വയം പരിരക്ഷ തീർക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ ഈ നാടുമായി ചേർത്ത് വായിക്കുമ്പോൾ അതിനെന്ത് നിയമപരമായിട്ടുള്ള ബലം കിട്ടും? അല്ലെങ്കിൽ ആളുകൾ അകത്തായി പോകില്ലേ? ആളുകൾ അകത്തായി പോകില്ലേ? നിങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് നിങ്ങൾ പോകും, ആളുകൾ അങ്ങനെ മുതിർന്നു കഴിഞ്ഞാൽ അവരകത്തായി പോകില്ലേ? ജനങ്ങൾ അകത്തായി പോകില്ലേ? അങ്ങയുടെ വാക്ക് കേട്ട് ഇവിടെ പന്നി എന്ന് പറയാൻ നാട്ടിൽ മുഴുവൻ പന്നി, രാത്രിയാകുന്നതും പകലും എല്ലാം പന്നി ഇവിടെ എല്ലാം മനസ്സിലാണ്. അതിന്റെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ പോലും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറല്ല. മനുഷ്യനോട് ജീവിക്കണ്ടേ? അല്ല, അത് ശരിയാണ്, അത് തീർച്ചയായും അങ്ങ് പറഞ്ഞത് 100% ശരിയാണ് ശ്രീ ഉദയഭാനു. പക്ഷെ എന്താണ്, ഒരു സുപ്രഭാതത്തിൽ വന്ന് അങ്ങ് എല്ലാവരും ആയുധമെടുത്ത് എല്ലാവരും മൃഗങ്ങളെ വേട്ടയാടിക്കോളൂ എന്ന ഒരു ധ്വനി അല്ലെങ്കിൽ ഒരു സന്ദേശം നൽകുമ്പോൾ, അങ്ങൊരു പൊതുപ്രവർത്തകനാണ്, അങ്ങൊരു മുൻ ജില്ലാ സെക്രട്ടറിയാണ്, അത് നൽകുന്ന സന്ദേശം എന്താണ്? അതിന്റെ സന്ദേശം എന്ന് പറഞ്ഞത്, കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ വേണ്ട രീതിയിൽ ഇതിന് പരിഹാരം കാണാൻ കഴിയേണ്ടത് ഗവൺമെന്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, വിദേശ രാജ്യങ്ങളെല്ലാം തന്നെ ഓരോ മതത്തിനും ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് അപ്പുറത്ത് മൃഗങ്ങൾ ഉണ്ടാകാൻ അവർ സമ്മതിക്കത്തില്ല. ഇവിടെ യാതൊരു നിയന്ത്രണവും ഇല്ല. വന്യജീവികളെല്ലാം പെറ്റുപെരുകി നാട്ടിലിറങ്ങി കുഴപ്പമുണ്ടാക്കുകയാണ്. അല്ല ശ്രീ ഉദയഭാനു, ഇതിന് ഗവൺമെന്റ് പരിഹാരം കണ്ടേ മതിയാവും. കേന്ദ്ര ഗവൺമെന്റാണ് പരിഹാരം കാണണ്ടേ? അല്ല, അത് ആ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പോലും ചർച്ചകൾക്ക് മുൻപേ തന്നെ അങ്ങിങ്ങനെ ഒരു ആഹ്വാനം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഒരു വനം വകുപ്പുണ്ട്, ഒരു മുഖ്യമന്ത്രിയുണ്ട്, സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന്റെ മുന്നിലൊന്നും ഒരു ചർച്ചകൾക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചകളോ പോലും വരാതെ അങ്ങ് ഇങ്ങനെ ഒരു ആഹ്വാനം ചെയ്ത് എന്തുകൊണ്ടാണ്? സംസ്ഥാന ഗവൺമെന്റിന് പരിമിതമായ അധികാരികളുണ്ട്. വന്യജീവി ആക്ട് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെയാണ്. കേന്ദ്ര ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത്. പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ പോലും സംസ്ഥാന ഗവൺമെന്റ് അധികാരമില്ല. ഇപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കേവലം അവിടെ ഒരു വൈദ്യുതി ലൈൻ വെച്ചതുകൊണ്ട് അതിൽപ്പെട്ട ഒരു ആന ഷോക്കേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് ആ സംഭവത്തിൽ തന്നെ എന്താണ്, കസ്റ്റഡിയിൽ എടുക്കുകയാണ് അവിടെയുള്ള ആളുകളെ. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം നാളെ അങ്ങേ കേട്ടുകൊണ്ട് നാളെ രാവിലെ മുതൽ ആയുധവുമായി ഇറങ്ങുന്നു, ഓരോ വന്യമൃഗങ്ങളെയും കൊലപ്പെടുത്തുന്നു. ആ കൊലപ്പെടുത്തിയ ശേഷം അവർക്ക് നിയമ നടപടി ഒരു തരത്തിലും നേരിടേണ്ടി വരില്ല എന്ന് ഉറപ്പ് നൽകാൻ അങ്ങേക്ക് കഴിയുമോ? നമുക്ക് ഇവിടെ ഇന്നലെ കടുവ ഒരാളെ കൊന്നിരിക്കുന്നു. ദിവസവും ആ കടുവ കൊല്ലുന്നു, പുലി കൊല്ലുന്നു, ആന കൊല്ലുന്നു. ഇതിനൊരു അവസാനം ഉണ്ടാവണ്ടേ? ഇതിന് പരിഹാരം ഉണ്ടാവണ്ടേ? അല്ല സഖാവേ, നമുക്കെല്ലാം അറിയാം ഈ കോൺഫ്ലിക്റ്റ്, മനുഷ്യൻ വന്യജീവി കോൺഫ്ലിക്റ്റ് 100% ഉറപ്പാണ്. പക്ഷേ അതിനുള്ള വ്യവസ്ഥകൾ തേടുന്നതിന് പകരം നമ്മൾ ഈ രാവിലെ അങ്ങ് വന്ന് ഒരു പ്രസംഗത്തിലൂടെ പറയുമ്പോൾ അതിൽ ശരികേടില്ലേ എന്നാണ് എനിക്ക് തോന്നുകയാണ്. നാളെ രാവിലെ എല്ലാവരും വന്ന് ആയുധങ്ങൾ എടുക്കുകയാണ്. അങ്ങ് പറയുകയാണെങ്കിൽ നാളെ ഈ കടുവയും പുലിയും ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ മരണം ഉറപ്പെന്നാണ്. അതായത് തല്ലിക്കൊല്ലുക എന്നാണ് അങ്ങ് പറയുന്നത്. തല്ലിക്കൊന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന നിയമപ്രശ്നങ്ങൾ നേരിടില്ല എന്ന് ഉറപ്പ് നൽകാൻ അങ്ങേക്ക് കഴിയുമോ? ഒന്ന് പറഞ്ഞത്
ഗവൺമെന്റ് പറഞ്ഞതിൽ അർത്ഥം കേന്ദ്ര ഗവൺമെന്റ് ഇതിന് പരിഹാരം കാണുമെന്നല്ല അർത്ഥം. ഇതിന് ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടേ മതിയാവുള്ളൂ. ഇത് വലിയ ഈ നാട് അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നമായി മാറാൻ പോവുകയാണ് ഈ വന്യജീവികളും മനുഷ്യരുമായിട്ടുള്ള സംഘർഷം. ശരി, തീർച്ചയായും അതാണ് അങ്ങയുടെ നിലപാട്. ശ്രീ ജോൺ പെരുവന്താനം, സമയക്കുറവുള്ളതാണ്, അങ്ങേക്ക് കൂട്ടിച്ചേർക്കാം. ശ്രീ ഉദയഭാനു നേരത്തെ പറഞ്ഞത് ഇപ്പോൾ കൂട്ടിച്ചേർക്കുന്നതുമായി എങ്ങനെ നമുക്കതിനെ വിലയിരുത്തേണ്ടി വരും? ഇല്ല, വന്യജീവി പ്രശ്നം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല. അത് യഥാർത്ഥത്തിൽ പ്രകൃതി ദുരന്തമായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ പ്രകൃതി ദുരന്തത്തെ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത്, ആ രീതിയിലാണ് ഈ വന്യജീവി പ്രശ്നത്തെ നേരിടേണ്ടത്. അത് എല്ലാ മനുഷ്യരും കൂടി ഒന്നിച്ച് ചേർന്ന് ഒരു ശ്രമമാണ് അതിനകത്തുണ്ടാവേണ്ടത്. ഇപ്പോ ഓക്കി വരുമ്പോ, പ്രളയം ഉണ്ടാകുമ്പോ, ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ, ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മുഴുവൻ മനുഷ്യരും കൂടെ കൈകോർത്ത് അതിനെതിരെ നിൽക്കുന്നത്, അതുപോലെയാണ് ഈ പ്രശ്നത്തിൽ ഒരു പൊതു സമീപനം ഉണ്ടാവേണ്ടത്. ഇവിടെ ശത്രുക്കളെന്നോ ഭരണപക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ മിത്രങ്ങളെന്നോ അങ്ങനെയുള്ള വ്യത്യാസത്തിന്റെ ആവശ്യമില്ല. ഇതൊരു പൊതു പ്രശ്നമാണെന്ന് മനസ്സിലാക്കുകയും ഇതൊരു പ്രകൃതി ദുരന്തമാണെന്ന് മനസ്സിലാക്കുകയും ആ ജീവജാലങ്ങളെയും സംരക്ഷിക്കണം. അതേസമയം മനുഷ്യന്റെ ജീവിതം കൂടുതൽ ക്ഷേമപൂർണവും സുഖകരവും സുരക്ഷിതവും ആയി നമുക്ക് കൊണ്ടുപോവുകയും വേണം. അതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനങ്ങൾ ആ ശാസ്ത്രകാരന്മാരുടെ നേതൃത്വത്തിലുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടു കൂടി നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നതാണ്. അതല്ലാതെ ഇന്നിപ്പോ മൊത്തത്തിലുള്ള ഒരു മുറവിളി എല്ലാ ജീവജാലങ്ങളുടെയും എണ്ണം കൂടിയിരിക്കുന്നു, അതിനെ വിദേശത്ത് ചെയ്യുന്ന പോലെ കൊന്നുകളയണം എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. യഥാർത്ഥത്തിൽ ഈ ജീവജാലങ്ങളുടെ എണ്ണം കൂടിയിട്ടാണോ ഇത് പുറത്തിറങ്ങിയത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതിനുള്ള ഒരു പഠനം നടന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവരുടെ എണ്ണം കൂടിയത് കൊണ്ടല്ല പുറത്തിറങ്ങുന്നത്. വനത്തിനുള്ളിൽ വെള്ളവും തീറ്റയും ഇല്ലാത്തതുകൊണ്ട് സുരക്ഷിതമായി വെള്ളവും തീറ്റയുമുള്ള സ്ഥലം ജനവാസ മേഖലയാണ് എന്ന് കണ്ടെത്തിയിട്ടാണ് അവിടെ ഈ ഓരോ ജീവിക്കും മറ്റ് ശത്രുക്കളില്ല. കാട്ടിനകത്താണെങ്കിൽ പന്നിക്ക് കടുവായെ പേടിക്കണം, പുലിയെ പേടിക്കണം, ചെന്നായെ പേടിക്കണം, മറ്റു നിരവധി ജീവജാലങ്ങളെ പേടിക്കണം. പക്ഷേ ജനവാസ മേഖല വന്നു കഴിഞ്ഞാൽ പന്നിക്ക് ഒരു ജീവജാലങ്ങളെയും ഭയപ്പെടേണ്ടതില്ല. പണ്ടാണെങ്കിൽ ഒരു പന്നി പ്രസവിച്ചാൽ 8 or 10 കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ ഉറക്കൻ എന്ന് പറയുന്ന ജീവി ഉണ്ടെങ്കിൽ. ശരി, തീർച്ചയായും ജോൺ പെരുവന്താനം അങ്ങ് പറഞ്ഞു വരുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. പ്രായോഗികമായി ചിന്തിക്കുക, ശാസ്ത്രീയമായി കേരളം ഇക്കാര്യത്തിൽ ഒരു പഠനം നിർവഹിച്ചിട്ടുണ്ടോ, നീതി പുലർത്തിയിട്ടുണ്ടോ എന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ, അതായത് ഫോറസ്റ്റ് സ്റ്റേഷനിൽ കയറി ഭീഷണിപ്പെടുത്തിയ CPM MLA KU ജനീഷ് കുമാറിനെ പരിഹസിച്ചുകൊണ്ടാണ് കേരള ഫോറസ്റ്റ് റേഞ്ചേഴ്സ് അസോസിയേഷന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അതായത് ജനീഷ് കുമാർ ഈ വനം വകുപ്പ് പിരിച്ചുവിടണമെന്നാണ് അവർ പറയുന്നത്. ആനകളെ മുഴുവൻ ഷോക്കടിപ്പിച്ച് കൊല്ലാൻ അണികൾക്ക് ആഹ്വാനം നൽകണം. ഈ MLA കടുവകളെ വെടിവെച്ച് കൊല്ലണം, പുലികൾ മുതൽ പുഴുക്കൽ വരെയുള്ള ജീവികളെ തീയിട്ട് കൊല്ലണം, MLAയും സ്തുതിപാഠകരും എന്നാണ് ഈ അസോസിയേഷന്റെ പ്രതികരണം വരുന്നത്. അപ്പോൾ തികഞ്ഞൊരു യുദ്ധത്തിലേക്ക് CPM ജനപ്രതിനിധിയും ഈ വനം വകുപ്പും പോകുമ്പോൾ ഈ വനം മന്ത്രി കാഴ്ചക്കാരനായി നോക്കി നിൽക്കുകയാണോ? അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഒരു നിലപാടില്ലേ എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. CPMന്റെ ഒരു മുതിർന്ന നേതാവ് പറയുന്നു, നിങ്ങൾ ആയുധമെടുക്കൂ, വനത്തിന് പുറത്തേക്ക് ഇടുന്ന ഈ വന്യജീവികൾക്ക് മരണമായിരിക്കും വരും ദിവസങ്ങളിൽ വിധി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വനം വകുപ്പും സർക്കാരും ഒക്കെ തികഞ്ഞ പരാജയം എന്നുകൂടി ആ ഭാഗത്തു നിന്നും ഉള്ള ഈ മറുപടിക്ക് വ്യാഖ്യാനങ്ങൾ കൂടി വരികയാണ്. വളരെയധികം നന്ദി ശ്രീ ഉദയഭാനു, ഒപ്പം ജോൺ പെരുവന്താനം നിലപാടുകൾ അറിയിച്ചതിന്.